കർത്താവേ, സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശബ്ദമുണ്ടായി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അത് ലോകരക്ഷകനും ദൈവവുമായ ക്രിസ്തുവിൻ്റെ ശബ്ദം ആയിരുന്നു. അതിനുശേഷം വേറൊരു ശബ്ദമുണ്ടായി. അസീസിയിലായിരുന്നു ആ ശബ്ദം. സർവശക്തനായ ദൈവമേ, എന്നെ നാനാജാതി മതസ്ഥരെയും സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റണമേ. അത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ശബ്ദമായിരുന്നു. അതിനുശേഷം വേറൊരു ശബ്ദം കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഉണ്ടാവുകയുണ്ടായി. സേവനത്തിൻ്റെ ഫലം സമാധാനമെന്ന് പറഞ്ഞ വിശുദ്ധ മദർ തെരേസയുടെ ശബ്ദമായിരുന്നു ആ ശബ്ദം. ഈ അവസരത്തിൽ കുടുംബജീവിതത്തിലേക്ക് നോക്കിയാലും, സന്യാസ ജീവിതത്തിലേക്ക് നോക്കിയാലും, വൈദിക ജീവിതത്തിലേക്ക് നോക്കിയാലും, അൽമാജ ജീവിതത്തിലേക്ക് നോക്കിയാലും, രാഷ്ട്രീയ ജീവിതത്തിലേക്ക് നോക്കിയാലും, ഏത് ജീവിതത്തിലേക്ക് നോക്കിയാലും പ്രധാനമായും മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റിനെ പറ്റിയാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. വിശ്വസ്തത, അവിശ്വസ്തത, മാനസാന്തരം, വിശ്വസ്തത. അതായത് നമ്മളെല്ലാം ഓരോ വ്യക്തികളിലേക്ക് നോക്കുമ്പോൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ പരസ്പരം അറിഞ്ഞു പോകുമ്പോഴും വേറൊരു തരത്തിലുള്ള എനർജി ടു എനർജി റിലേഷൻ ഓരോ വ്യക്തികളിലും ഉണ്ട് എന്നത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. എന്നാൽ ഈ ബന്ധങ്ങൾ കുടുംബജീവിതത്തിലേക്കും മറ്റ് ജീവിതത്തിലേക്കും സമാധാനത്തിലേക്കാണോ അസമാധാനത്തിലേക്കാണോ നയിക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു സമയമാണ് ക്രിസ്തുമസ് എന്ന് യേശു നമ്മളെ ഓരോരുത്തരെ നോക്കി പറയുകയാണ്. നമ്മൾ കേൾക്കുകയുണ്ടായി, അവിടെ ഡൈവേഴ്സായി, അവിടെ സന്യാസി ജീവിതത്തിൽ നിന്നും മാറി നിൽക്കപ്പെട്ടു, അവിടെ വൈദിക ജീവിതത്തിൽ പ്രശ്നമുണ്ടായി, അവിടെ രാഷ്ട്രീയത്തിൽ കൊലപാതകമുണ്ടായി, അവിടെ അൽമായ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി. എന്തുകൊണ്ടാണ് ഓരോ ബന്ധങ്ങളിലും അല്ലെങ്കിൽ പരസ്പര ബന്ധങ്ങളിലും ആ ബന്ധങ്ങൾ അറിയാത്ത ഒരു എനർജി ടു എനർജി റിലേഷൻ ഉണ്ടായിരിക്കുമെന്നത് ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട സത്യമാണ്. എന്നാൽ ഈ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ സമാധാനത്തിലേക്കാണോ അസമാധാനത്തിലേക്കാണോ നയിക്കേണ്ടതെന്ന് ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട സമയമാണെന്ന് ക്രിസ്തുമസ് നമ്മളെ ഓരോരുത്തരെയും ചൂണ്ടിപ്പറയുകയാണ്. പലപ്പോഴും നമുക്ക് അറിയാവുന്ന സത്യമാണ്, ഇത്തരത്തിലുള്ള വിശ്വസ്തരായി പോകുന്നവർ വ്യക്തികളിൽ നിന്നേക്ക് അവിശ്വസ്തത കടന്നു വരികയും ഈ അവിശ്വസ്തത പരാജയത്തിലേക്കും നാശത്തിലേക്കും പോകുന്നു. ഈ അവസരത്തിൽ വീണ്ടും വിശ്വസ്തതയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയുള്ള മാനസാന്തരം, പശ്ചാത്താപം ഓരോ വ്യക്തിയിലുണ്ടാകുവാനായി സർവശക്തനോട് പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാണ് ക്രിസ്തുമസ്. അപ്പോൾ നമ്മൾ ആ തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷേ തിന്മയെ നന്മയായി ജയിക്കാൻ പറഞ്ഞ ക്രിസ്തുവിൻ്റെ വചനമാണോ എന്നിൽ വസിക്കുന്നത്, അല്ലെങ്കിൽ തിന്മയെ തിന്മയായി തന്നെ കടന്നു പോകുന്ന നെഗറ്റീവ് എനർജിയുടെ ശക്തിയാണോ എന്നെ ഭരിക്കുന്നത്? എന്നാൽ ഈ രണ്ട് എനർജിയിലും എന്നിൽ ഉണ്ടെങ്കിലും ഞാൻ തിരിച്ചറിവിലൂടെ മാനസാന്തരത്തിലൂടെ വീണ്ടും വിശ്വസ്തതയിലേക്ക് കടന്നു പോകുന്ന വ്യക്തിയാണോ ഞാൻ? നമുക്കറിയാം, പലപ്പോഴും ഈ നെഗറ്റീവ് എനർജികൾ നമ്മുടെ സ്വാർത്ഥതയ്ക്കും അസൂയയ്ക്കും വിദ്വേഷത്തിനും വെറുപ്പിനും സ്വാർത്ഥലാഭത്തിനും വേണ്ടി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ബന്ധങ്ങളല്ലേ എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അത്തരത്തിൽ നയിക്കുമ്പോഴാണ് കൊലപാതകത്തിലേക്കും അവിശ്വസ്തമായ കൂട്ടുകെട്ടിലേക്കും സ്വാർത്ഥമോഹങ്ങളിലേക്കും എൻ്റെ എതിരാളി അല്ലെങ്കിൽ എനിക്ക് ലഭിക്കാത്ത ആനുകൂല്യം ലഭിക്കാത്ത എതിരാളി എൻ്റെ പരാജയ കാരണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് നാം മാറണ്ടേ?
തൽക്കാല ജീവിതമല്ലേ ഈ ഭൂമിയിലുള്ളത്. എത്ര നാൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഞാൻ നാളെയുണ്ടോ, അടുത്ത നിമിഷം ഞാനുണ്ടോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളെ നെഗറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതിനെ നമുക്ക് ജയിക്കാൻ കഴിയണം. ഈ ക്രിസ്തുമസ് എല്ലാ വ്യക്തികളെയും, നാനാജാതി മതസ്ഥരെയും ഈ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നത് വിശ്വസ്തത, അവിശ്വസ്തത. അതേ വിശ്വസ്തതയിലേക്കും അവസാനം അവിശ്വസ്തതയെ മാനസാന്തരത്തിലൂടെ വിശ്വസ്തതയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ ഈ രാജ്യത്തിലെ ഓരോ വ്യക്തികളും നാനാജാതി മതസ്ഥരെയും സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റുവാൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ എന്നെ സമാധാനത്തിന് ഉപകരണമാക്കണമെന്ന് ഫ്രാൻസിസ് അസീസി പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ സേവനത്തിന് ഫലം സമാധാനമെന്ന് വിശുദ്ധ മദർ തെരേസ പറഞ്ഞതുപോലെ ഓരോ വ്യക്തികളും അതിനുള്ള ഒരു ഉപകരണമായി മാറട്ടെ. നെഗറ്റീവ് എനർജിയെ തിരിച്ചറിവിലൂടെ നമുക്ക് അത് നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ടാകട്ടെ. അതുപോലെ തന്നെ എൻ്റെ കർത്താവ് അറിയാതെ, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ മാനസാന്തരത്തിലൂടെ വീണ്ടും ആ വിശ്വസ്തയിലേക്ക് കടന്നു വരുന്നു ചങ്കൂറ്റത്തോടെ പറയുവാൻ എല്ലാവരെയും സകലരെയും അനുഗ്രഹിക്കട്ടെ ഈ ക്രിസ്തുമസ് ദിവസം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇവ ചിന്തിക്കുവാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ കൊച്ചു വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും 1000 നന്ദി.